അങ്ങനെ ഇന്ന് നോമ്പ് ആറായി കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണമോ എന്തോ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന്, എന്താണെന്നറിയില്ല. പക്ഷേ എന്നാലും നോമ്പ് തുറക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരം ഇതിന് വന്ന് എൻ്റെ കൂടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പം പൊരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുകളിലെ വാടകക്കാർക്ക് കൊടുക്കാനുള്ളതും ഉണ്ട്, നമുക്ക് കഴിക്കാനുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഞാൻ അധികം പൊരിക്കുന്നൊന്നുമില്ല. എനിക്കിന്നൊരു വല്ലാത്തൊരു അസ്വസ്ഥതയും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പേരയിൽ നിന്നൊരു പേരയ്ക്കായും കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചു. പതിവില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നോയമ്പഞ്ഞല്ല, റവക്കഞ്ഞിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ റവക്കഞ്ഞി എന്ന് പറയുമ്പോൾ ഇവിടെ ആലപ്പുഴയിൽ തരിക്കഞ്ഞി എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്നും വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കിന് ഈ നോമ്പ് കഞ്ഞിയും പള്ളിയിൽ നിന്ന് കിട്ടുന്ന പള്ളിക്കഞ്ഞിയും ഒക്കെ കാണും. അതും പിന്നെ എന്താ പറയുക, കപ്പയും മീൻകറിയും മീൻ പൊരിച്ചതും അതൊക്കെയാണ് നമ്മുടെ പന്തളംകാരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ അങ്ങനൊന്നും ഇല്ല, ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ അതുമായിട്ട് യൂസ്ഡായി. പിന്നെ കുറച്ച് വെള്ളമൊക്കെ റെഡിയാക്കണമായിരുന്നു. ഇങ്ങനെ കസേഴ്സ് വാരി അതിനകത്തേക്ക് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറേ നേരം അതിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ താഴേക്ക് പോകുന്ന കാണാൻ. അങ്ങനത്തെ നാരങ്ങ വെള്ളമൊക്കെ റെഡിയാക്കി പൊരിയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി പിന്നെയും കസ്കസിൻ്റെ ഭംഗി നോക്കിയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു 8ൻ്റെ പണിയും കിട്ടിയിട്ടുണ്ട്.